ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കായ കൊണ്ടുള്ളൊരു, അതായത് വാഴയ്ക്ക കൊണ്ടുള്ളൊരു വാഴയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴയ്ക്ക ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കായ അല്ലെങ്കിൽ വാഴയ്ക്ക, പല ഭാഗത്തേക്ക് പല രീതിയിലായിരിക്കുമല്ലോ പറയുന്നത്. ഇവിടെ കായ എന്നാണ് പറയുന്നത്, ചിലയിടത്ത് വാഴയ്ക്ക എന്നായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കായ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ശേഷം അതിൽ കാണുന്നത് പോലെ ഒന്ന് ചെരിച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് അരിഞ്ഞെടുക്കുക കേട്ടോ. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടും അതിൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കായ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. അതിപ്പോൾ എന്ത് റെസിപ്പിക്ക് കായ എടുത്താലും ഇങ്ങനെ വെള്ളത്തിലേക്ക് അരിഞ്ഞ് കുറച്ച് നേരം ഇടുന്നതായിരിക്കും നല്ലത്. ശേഷം നന്നായിട്ട് കഴുകിയത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി മാത്രമായിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടി, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൂടെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എത്ര കായാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പാകത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കായെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള കഷ്ണമാണല്ലോ, അപ്പം നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്, കാരണം നല്ല രീതിക്ക് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂണൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എല്ലാ കഷ്ണത്തിലേക്കും നമ്മുടെ പൊടികളൊന്നും പിടിക്കില്ല. കായെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കൂടിയ വെജിറ്റബിളും കൂടി ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ആ പൊടികളൊക്കെ അതിലേക്ക്, ആ കഷ്ണങ്ങളിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് നമ്മുടെ പൊടികളൊക്കെ നമ്മുടെ കായിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വയ്ക്കുക. 1 മണിക്കൂറൊക്കെ മാക്സിമം വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശരിക്കും അതിലേക്ക് ആ പൊടികളൊക്കെ അങ്ങ് പിടിച്ച് ഒന്ന് മെൽറ്റായി വരാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മളിത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മീനൊക്കെ വറുക്കുന്നത് പോലെ ആണെങ്കിലും, മീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരുപാട് നേരം വെച്ചില്ലെങ്കിലും പെട്ടെന്ന് അതിലേക്ക് പൊടിയൊക്കെ പിടിക്കും. കായ്ക്ക് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം നേരം വെക്കേണ്ടത്. ശേഷം മാരിനേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കായ ഒരു അരമണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ കായ വറക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കായ എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക്, ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു. അപ്പോൾ നമ്മൾ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മീനൊക്കെ വറുക്കാൻ നേരത്തും കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവർ അതിലേക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുമ്പോഴും നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണോ മീൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണത്. നമുക്ക് മീനൊന്നും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം മീനില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു കുറവ് പരിഹരിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എണ്ണ ഒരുപാട് ഇതിലേക്ക് അങ്ങനെ അങ്ങ് പിടിച്ചങ്ങനെ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ഓയിൽ, നമ്മൾ ഓയിലിട്ട് വറുക്കുന്നെങ്കിലും ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് അതിൽ വരുന്നില്ല. വേണമെങ്കിൽ നമുക്കത് എടുത്ത് കഴിയുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്കും കൂടെ ഇടുവാണെങ്കിൽ നല്ല രീതിക്ക് ആ ഓയിലങ്ങ് വലിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ആ കാണുന്നത് കരിഞ്ഞതല്ല കേട്ടോ. ഇതെല്ലാം ഒരേപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല. കുറച്ച് ഭാഗം ഫ്രൈ ആയിട്ട് കുറച്ച് ഭാഗം ഫ്രൈ ആവാതെയൊക്കെ വരും. അപ്പോൾ അത് കരിഞ്ഞതല്ല കേട്ടോ, അത് ശരിക്കും ഒന്ന് ഫ്രൈ ആയി വന്നിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ വാഴയ്ക്ക, അതായത് കായ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കായ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബായ്.